ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൽ ഇന്ന് വരാൻ പോകുന്നത് ഭൂമി ഇങ്ങനെ ഓടിക്കൊണ്ടുവരികയാണ് അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ അച്ഛൻ പറയും, മതി മോളെ ഇനി ഓടിയത്. അങ്ങനെ അച്ഛൻ പറയുന്ന സമയത്ത് ഭൂമി പറയാണ്, പൊന്നു മോളെ ഡിസ്കറേജ് ചെയ്യുന്ന അച്ഛ, ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് നല്ല സ്റ്റാമിനയും വിൽ പവറും ഒക്കെ വേണം, അത് അത്യാവശ്യമാണ്. എത്ര കിലോമീറ്റർ ഓടിയാലും തളരാൻ പാടില്ല, ശരിയല്ലേ എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് അവൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുകയാണ്. ഇത് മോളെ ഇതെങ്കിലും കഴിക്കുക എന്നൊക്കെ പറയുകയാണ് അച്ഛന്. അന്നേരം ഭൂമി അച്ഛൻ്റെ അടുത്ത് പറയാണ്, അച്ഛ ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കല്ലേ, ഒരുത്തൻ എന്നെ ചേസ് ചെയ്ത് പിടിക്കാൻ വരികയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഡ്രിങ്ക്സുമായിട്ട് നിൽക്കുക. അങ്ങനെയൊക്കെ അവൾ ഓരോന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പം ശരിയാണോ എന്ന് പറയുമ്പോൾ അച്ഛൻ ശരിയാണെന്ന് പറയും, ശരിയല്ല എന്ന് പറയുമ്പോൾ ശരിയല്ല. അങ്ങനെ അവളുടെ ഓരോ കുറുമ്പിനെ അച്ഛൻ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. പിന്നെ അവൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് വീണ്ടും ഓടുകയാണ്. അപ്പോൾ അച്ഛൻ പറയും, എടി മോളെ ഇങ്ങനെ ഓടല്ലേ എന്നൊക്കെ പറയുകയാണ്. ഈ ജ്യൂസെങ്കിലും കഴിച്ചിട്ടൊന്ന് പോ മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ മോള് പറയാണ്, കൊഞ്ചിച്ച് വളർത്തുമ്പോൾ ഓർക്കണമായിരുന്നു, ഇങ്ങനെ ഒരു അനുസരണ കെട്ട പെണ്ണിനെയാണ് വളർത്തുന്നത് എന്ന്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അത് ശരി, അപ്പോൾ വഷളായി എന്ന് ഉറപ്പിച്ചു അല്ലേ? അപ്പോൾ ഭൂമി പറയാണ്, 18 വർഷം അച്ഛൻ മല ചവിട്ടി പ്രാർത്ഥിച്ചാലും ഈ മോള് വഷളാവണമെന്ന് പ്രാർത്ഥിച്ചാലും ഈ മോള് വഷളാവില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാവാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ വീടാണ്. വീട്ടിൽ അവളുടെ അമ്മ ഇങ്ങനെ ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുപ്പത്ത് പായസമൊക്കെ വെച്ചിട്ടുണ്ട്, ലക്ഷ്മി ചേച്ചി സഹായത്തിനുണ്ട്. അപ്പം അവളുടെ അമ്മ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചേരുവകളൊക്കെ കൃത്യമായിരിക്കണേ, ഭൂമി വന്നാൽ അറിയാമല്ലോ, മുന്തിരിയുടെ അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണം കുറഞ്ഞാലേ അവൾ ബോംബ് പൊട്ടിക്കും, ഇന്ന് ദേവീക്ഷേത്രത്തിൽ നേദിക്കാനുള്ളതാ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയും, എനിക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഇമവെട്ടാതെ ഇതിൽ തന്നെ നോക്കിയിരിക്കുന്നത്. എന്നിട്ട് ലക്ഷ്മി പറയാണ്, എന്തായാലും അംബിക ചേച്ചിക്കും അച്ചേട്ടനും കിട്ടിയ ലോട്ടറിയാണ് നിങ്ങളുടെ മോളും അച്ചേട്ടനും വരാൻ വൈകൂലേ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പം പറയാണ്, അതൊക്കെ ടൈം ടേബിളാ, അവൾ രാവിലെ 5 മണിക്ക് എണീക്കും, എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ചായ ഇടും, എന്നിട്ട് അവൾ ആദ്യം അച്ചേട്ടനെ തട്ടി വിളിക്കും, എന്നിട്ട് എന്നെ, പിന്നെ അവർ രണ്ടുപേരും കൂടെ അംബാസിഡറിൽ ഒരു കറക്കാണ്. മോളെ എന്ത് പറഞ്ഞാലും അച്ചേട്ടൻ എതിർക്കില്ല, അവളുടെ കൂടെ നിൽക്കും, അവസരം കിട്ടുമ്പോഴൊക്കെ അവൾ അച്ചേട്ടനെ ചുണ്ടു പിടിപ്പിക്കും, അച്ചേട്ടനെ അതങ്ങ് ആസ്വദിക്കുകയും ചെയ്യും. ഇപ്പം മോളുടെ ഓട്ടത്തിൻ്റെ അവസാന റൗണ്ട് കഴിഞ്ഞ് കാണും എന്നൊക്കെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക. പിന്നെ കാണിക്കുന്നത് അച്ചേട്ടനെയും ഭൂമിയെയാണ്. അവളിങ്ങനെ ഓടി വരുമ്പം അച്ചേട്ടൻ പറയും, വണ്ടി നിർത്ത്, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അവൾ അവിടെ നിൽക്കുക. എന്നിട്ട് അവൾക്ക് കഴിക്കാനുള്ളത് കാണിച്ചിട്ട് പറയും, ഇനി ഇതിന്ന് മോൾ എന്തെങ്കിലും എടുക്കുക എന്ന് പറയുമ്പോൾ അവളൊരു പഴം എടുത്ത് കഴിക്കുകയാണ് ആദ്യം. പിന്നെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ പോവാണ്. അപ്പം ഭൂമി പറയും, വേഗം വിട്, ഡാൻസ് ക്ലാസ്സിൽ എത്താനുള്ളതാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വേഗം പോവുകയാണ് അവിടുന്ന്. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും അവളുടെ ഭൂമിയുടെ അമ്മയും കൂടെ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അന്നേരം ലക്ഷ്മി പറയും, ചേച്ചി ഈ പായസം ഒന്ന് നോക്കിയേ എന്ന് പറയുന്ന സമയത്ത് ഭൂമിയുടെ അമ്മ പായസം നോക്കുകയാണ്. അപ്പോൾ പറയും, ഒരു 5 മിനിറ്റും കൂടെ അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ എന്ന് പറയാം. ആ സമയത്ത് ഭൂമിയുടെ അമ്മ പറയാണ്, ഇങ്ങനെയൊന്നും കഴിയേണ്ട കൊച്ചായിരുന്നില്ല അവള് +2 നല്ല മാർക്കുള്ള കുട്ടിയായിരുന്നു, മെഡിസിന് പോവാനായിരുന്നു ടീച്ചേഴ്സൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ പറഞ്ഞു ഞങ്ങളെ ഇട്ടേച്ച് അവൾ പോവില്ല എന്ന്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല സത്യം, ഞങ്ങളെ കൊണ്ട് അവളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഒരു കണക്കിന് ഡിഗ്രി കഴിഞ്ഞു. പക്ഷേ ആ സമയത്തായിരുന്നു അച്ചേട്ടൻ്റെ ആക്സിഡൻറ്റ്. സുഖമായി കഴിഞ്ഞ് വളയം പിടിക്കാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഭൂമി വിട്ടില്ല. അച്ഛൻ വളയം പിടിക്കാൻ ഇറങ്ങിയാൽ ഞാൻ നാട് വിടും എന്ന് പറഞ്ഞപ്പോൾ അവർ പോയില്ല. എന്തായാലും മോളുടെ പ്രയത്നം കൊണ്ട് ഇപ്പോൾ അല്ലലില്ലാതെ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അമ്മ ഇങ്ങനെ കണ്ണൊക്കെ തുടയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അച്ഛനും മോളും കൂടെ ഡാൻസ് ക്ലാസ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അച്ഛൻ ചോദിക്കും, ഇന്നിനി ഡാൻസ് ക്ലാസ്സിന് പോണോ? പോണം, ഡാൻസ് പഠിച്ചാലേ സൗന്ദര്യം കൂടുന്നാണ്. എന്നെ കണ്ടിട്ട് 10 പേര് എന്നെ കണ്ടിട്ടേ അവർക്കൊക്കെ ഒന്ന് ക്രഷ് തോന്നട്ടെ. അതുമാത്രമല്ല, ഡാൻസ് പഠിച്ചാലേ സൗന്ദര്യം കൂടി കഴിഞ്ഞാൽ ഡൗറി കുറച്ച് കൊടുത്താൽ മതി. അന്നേരം അച്ഛൻ പറയും, അതിന് ഞാൻ സ്ത്രീധനം കൊടുക്കൂലല്ലോ, സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാലേ അകത്താകും. അപ്പം മോള് പറയാണ്, ആഹാ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ സ്ത്രീധനം തരാതിരിക്കാൻ. അതെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ പോവാണ്. അങ്ങനെ അവർ പോകുന്നതിനിടയിൽ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി കേടാവാണ്. അപ്പോൾ ഭൂമി പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയും കൊണ്ട് വരരുതെന്ന്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ ചിലങ്കൊക്കെ എടുത്തിട്ട് കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ദേഷ്യം പിടിച്ച്.
അന്നേരം അച്ഛൻ പറയും പോവല്ലേ മോളെ പോവല്ലേ എന്ന് പറയുമ്പോൾ അവൾ പറയും ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് എന്നൊക്കെ പറയാണ് അച്ഛൻ്റെ അടുത്ത്. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരം വീടാണ്. അവിടെ ഡ്രൈവർ ഇങ്ങനെ കാറ് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചേച്ചി ചായയായിട്ട് വരികയാണ്. അന്നേരം ചോദിക്കും മുത്തശ്ശി റെഡിയായോ? ആ റെഡി ആയിക്കൊണ്ടിരിക്കുമെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് സംഗീത ഇങ്ങനെ ഒരുങ്ങി റെഡിയായി വരികയാണ്. ആ സമയത്താണെങ്കിൽ അവളുടെ ഏട്ടന് ഒരുങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ചോദിക്കും നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? അമ്മ ദേ ഇപ്പം ബഹളം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളികയായിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്തിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ആരും കാണൂല. അപ്പം ചോദിക്കും ഇതെന്ത് പറ്റി? ക്ഷേത്രത്തിലെ തിരുവാഭരണം ഘോഷയാത്രയൊക്കെ മാറ്റിയോ? ഇല്ല അമ്മേ. എന്നിട്ട് എന്താ ആരെയും കാണാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ വാക്കിന് വിലയില്ല എന്നായി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല അമ്മേ, ഈ സൗഭാഗ്യപുരത്ത് അമ്മയുടെ വാക്കല്ലേ അവസാനത്തെ വാക്ക് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മാധവൻ ഇങ്ങനെ എന്തോ സംസാരിക്കാൻ കൊണ്ടുവരുമ്പോൾ അമ്മ പറയാണ് നീ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് തിരക്കാണെന്നല്ലേ? ഈ തിരക്ക് നിനക്ക് എന്നു മുതലുണ്ടായി? എൻ്റെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം 100 ഏക്കർ റബ്ബർ തോട്ടവും ടയർ ഫാക്ടറിയും നിനക്ക് എഴുതി തന്നതിന് ശേഷം നീ അതിൻ്റെ MD ആയതുകൊണ്ടല്ലേ? ആ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഭവാനിയെ വിളിക്ക് എന്ന് പറയുമ്പോൾ ഭവാനി വാതിലും തുറന്ന് പുറത്തേക്ക് വരികയാണ്. എന്താ അമ്മേ എന്താന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല അമ്മേ, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. അമ്മ മറന്നു പോയതായിരിക്കും. അപ്പോൾ അമ്മ പറയാണ് അതിനർത്ഥം എനിക്ക് മറവി രോഗം ഉണ്ടെന്നല്ലേ? എന്നാൽ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ശങ്കർദാസ്. അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. അപ്പം ഭവാനി പറയാണ് ഞാനെന്തിനു ക്ഷേത്രത്തിലേക്ക് വരണം? ഒരു ദൈവവും എന്നെ തുണച്ചിട്ടില്ല, കുടുംബവും തുണച്ചിട്ടില്ല, മരുമോൾ എന്ന സ്ഥാനവും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് അവൾ ദേഷ്യത്തിൽ ഇങ്ങനെ പറയാണ് എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? അമ്മയുടെ മകൻ എങ്ങനെയാണ് മരിച്ചത്? അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, മരണം വരെ എനിക്കത് ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമിക ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ്. അവളെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരികയാണ്. കാർ ഓടിച്ച് വരുന്ന സമയത്ത് അമ്മ ഫോൺ ചെയ്യും. നീ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറയണം. അന്നേരം അമ്മ പറയാണ് ഞങ്ങൾ ഇതാ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ അവിടേക്ക് എത്തിക്കോ. ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് കട്ടാക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഭൂമിക ക്ഷേത്രത്തിലേക്ക് പായസം എത്തിക്കാൻ വൈകി റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അവൾ ഒരു വണ്ടിക്ക് കൈ കാണിച്ചിട്ടും വണ്ടികളൊന്നും നിർത്താതാവുമ്പോൾ പിന്നെ ആ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാണ്. അന്നേരമാണ് നമ്മുടെ നായകൻ അവിടേക്ക് കാറുമായിട്ട് വരുന്നത്. അങ്ങനെ അവളുടെ അടുത്ത് ചോദിക്കും ഈ വഴി പോയാൽ എവിടെ എത്തുമെന്ന്. അവളാണെങ്കിൽ പായസം അമ്പലത്തിലേക്ക് എത്തിക്കാനുള്ള തിരക്കിൽ പറയും ഞാൻ വഴി കാണിച്ചു തരാം സാറേ എന്ന് പറഞ്ഞിട്ട് കാറിൽ ഇടിച്ച് കയറുകയാണ്. അങ്ങനെ കാറിൽ വെച്ചിട്ട് രണ്ടുപേരും ഒന്ന് ഉടക്കുന്നുണ്ട്. പിന്നീട് അവൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പം ഇറങ്ങിയതിന് ശേഷം ശരിയായ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ വീടാണ്. ലക്ഷ്മിയും ഭൂമിയുടെ അമ്മയും കൂടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഭൂമി അവിടേക്ക് കടന്നു വരിക. ആ സമയത്ത് അമ്മ ചോദിക്കും അച്ഛനെ അവിടെ പുറത്ത് ഗിന്നസ് റെക്കോർഡിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, നീ അച്ഛനെ ഇങ്ങനെയൊന്നും കളിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അച്ചേട്ടൻ അവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ ഇങ്ങനെ ഓരോന്ന് തലേദിവസം ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തലേദിവസം ക്ഷേത്രത്തിൽ പോയതും അവിടെ വെച്ചിട്ട് ഭൂമി ഡാൻസ് കളിക്കുന്ന സീനുകളും ഒക്കെയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ഭൂമിക ക്ഷേത്രത്തിൽ പായസവും പലഹാരമൊക്കെ കൊടുക്കാനായിട്ട് വരികയാണ്. അവിടെ വെച്ചിട്ട് മുത്തശ്ശിയെ കാണുമ്പോൾ മുത്തശ്ശി എന്ന് നീട്ടി വിളിക്കുകയാണ്. അങ്ങനെ അവൾ കൊണ്ടുവന്ന പായസവും പലഹാരമൊക്കെ മുത്തശ്ശിയെ ഏൽപ്പിക്കുകയാണ്. അന്നേരം ചോദിക്കും മോളുടെ പേരെന്താ? ഭൂമിജ. ഭൂമിയോളം ക്ഷമയുണ്ടോ? അത്രയ്ക്കൊന്നും ക്ഷമയില്ല എന്ന് അവൾ പറയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ കാലൊക്കെ തൊട്ട് വണങ്ങിയിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അന്നേരം മുത്തശ്ശി പറയാണ് എനിക്ക് ഇവളെ എവിടെയോ കണ്ടതുപോലെ, എന്ത് നല്ല കുട്ടിയാവളല്ലേ എന്ന് പറയുമ്പോൾ ശരിയാ അമ്മേ എന്ന് പറഞ്ഞ് 2 പേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നായകൻ തേങ്ങ ഒക്കെ പ്രാർത്ഥിച്ച് ഉടയ്ക്കുന്ന സമയത്തായിരിക്കും ഭൂമി അവിടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ആ ഉടയ്ക്കുന്ന തേങ്ങയുടെ ഒരു കഷ്ണം ഭൂമിയുടെ തോളത്ത് തട്ടുകയാണ്. ആ സമയത്ത് ഡോന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും 2 പേരും പരസ്പരം കാണുക. ഇവളോ എന്ന് അങ്ങോട്ടും മനസ്സിൽ കരുതും, തിരിച്ചും ഇവനോ എന്ന് പറഞ്ഞ് 2 പേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.